നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഈ വീഡിയോയിൽ കേരളത്തിലെ പദവികളിൽ ആരെല്ലാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓരോ പൊസിഷനിൽ കേരളത്തിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മുടെ വരാൻ പോകുന്ന സകല എക്സാംസിനും എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS, CPO, WCPO അതുപോലുള്ള സകല പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് മൊത്തമായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനും ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. കേരളത്തിലെ പദവികളിൽ ആരെല്ലാം? ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് കേരള ഗവർണർ ആരെന്നാണ്. ആരാണ് നമ്മുടെ നിലവിലത്തെ കേരള ഗവർണർ? ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിലവിലത്തെ കേരള ഗവർണർ ആരാണ്. അത് ആരിഫ് മുഹമ്മദ് ഖാനാണ് നമ്മുടെ കേരള ഗവർണർ. മുഖ്യമന്ത്രിയെ എല്ലാവർക്കും അറിയാലോ, ആരാണ്? പിണറായി വിജയനാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ നിലവിലെ മുഖ്യമന്ത്രിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ പിണറായി വിജയനാണ്. എല്ലാ പ്രാവശ്യവും ആര് തന്നെ ആയിരിക്കും? അത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് നിലവിൽ ഡോക്ടർ VK രാമചന്ദ്രനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ VK രാമചന്ദ്രനാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ. അപ്പോൾ ഈ 4 പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. കേരള ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരള മുഖ്യമന്ത്രി നമുക്കറിയാം പിണറായി വിജയനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അത് VK രാമചന്ദ്രനാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത കുറച്ച് പോയിന്റുകളിലേക്ക് കിടക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ അത് S മണികുമാറാണ് നിലവിലത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് S മണികുമാറാണ് നിലവിലത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അതുപോലെ തന്നെ കേരള ചീഫ് സെക്രട്ടറി ആരാണെന്ന് അറിയാമോ? നിലവിലത്തത് VP ജോയ് ആണ് കേട്ടോ. VP ജോയ് ആണ് കേരള ചീഫ് സെക്രട്ടറി. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? VP ജോയ് ആണ്. നമ്മുടെ നിലവിലത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അത് K ഗോപാലകൃഷ്ണക്കുറുപ്പാണ് അല്ലേ? ഗോപാലകൃഷ്ണക്കുറുപ്പാണ് നിലവിലത്തെ അഡ്വക്കേറ്റ് ജനറൽ. ആരാണ്? അത് ഗോപാലകൃഷ്ണക്കുറുപ്പാണെന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം ഇത് നമുക്ക് സിമ്പിളായിട്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കോഡ് വെച്ച് പോലെ ഓർത്തിരിക്കാം. അപ്പോൾ ഒരുപാട് അഡ്വക്കേറ്റുമാർ വിചാരിച്ചിട്ട് നമ്മുടെ കുറുപ്പിനെ പിടിക്കാൻ പറ്റിയോ? ഇല്ലേ അല്ലേ? നമ്മുടെ കുറുപ്പ്, ദുൽഖർ സൽമാൻ്റെ കുറുപ്പ് സിനിമയൊക്കെ കണ്ടില്ലേ? അപ്പോൾ അഡ്വക്കേറ്റുമാരും പോലീസുമാരും ഒക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? കുറുപ്പിനെ പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. കേരള ലോകായുക്ത ആരാണ്? കേരള ലോകായുക്ത നിലവിലാരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് കേട്ടോ. അപ്പോൾ കേരള ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് നിലവിലത്തെ കേരള ലോകായുക്ത. കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. അതുപോലെ തന്നെ കേരള ഉപലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫ് ആണ്. ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫും ജസ്റ്റിസ് ഹാറൂൺ റഷീദുമാണ് കേട്ടോ. അപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ അത് സിറിയക് ജോസഫ് ആണ് ലോകായുക്ത. എന്നാൽ ഉപലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫും ജസ്റ്റിസ് ഹാറൂൺ റഷീദുമാണ്. ഓക്കെ, ആരൊക്കെയാണ്? ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫും ജസ്റ്റിസ് ഹാറൂൺ റഷീദുമാണ് കേരള ഉപലോകായുക്ത. ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് ലോകായുക്ത. അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് ചോദിച്ചിട്ടുള്ളതാണ്. A ഷാജഹാൻ ആണ്. പുള്ളിയുടെ ഇനിഷ്യൽ മാറ്റിയിട്ടായിരുന്നു നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. A ഷാജഹാൻ, B ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് A ഷാജഹാൻ ആണ്. A ഷാജഹാൻ കേട്ടോ. അതുപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗളാണ് കേട്ടോ. ഡോക്ടർ സഞ്ജയ് കൗളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ടറൽ ഓഫീസറും തമ്മിൽ തിരിഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം. എന്താണ് ചോദ്യം? സംസ്ഥാന
തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് എ ഷാജഹാനാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ സഞ്ജയ് കൗളാണ്. സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? സംസ്ഥാന പോലീസ് മേധാവി നമുക്കറിയാം അനിൽ കാന്താണ് അല്ലേ. സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? നമുക്കറിയാം അനിൽ കാന്താണ്. അപ്പോൾ ഈ 5 പേരുകളൊന്നും പഠിച്ചേ. ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. അതുപോലെ ഉപലോകായുക്ത 2 പേരുണ്ട്, ബാബു മാത്യു പി ജോസഫും അതുപോലെ തന്നെ ഹാറൂൺ റഷീദും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ സഞ്ജയ് കൗളാണ്. സംസ്ഥാന പോലീസ് മേധാവി ആരെന്ന് ചോദിച്ചാൽ അനിൽ കാന്താണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് കടക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ ആന്റണി ഡൊമിനിക് ആണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ചോദിച്ചാൽ ആന്റണി ഡൊമിനിക് ആണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് ആരാണ്? പി കെ ഹനീഫയാണ് കേട്ടോ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ അത് പി കെ ഹനീഫയാണ്. അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? അത് എ എ ഹക്കീമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് ആന്റണി ഡൊമിനിക് ആണെന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ അത് പി കെ ഹനീഫയാണെന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് എ എ ഹക്കീമാണ്. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടറാണ് നിലവിലെ മനോജ് എബ്രഹാം. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് നിലവിൽ മനോജ് എബ്രഹാം ആണെന്ന് അറിഞ്ഞിരിക്കുക. മനോജ് എബ്രഹാമാണ് സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? അത് പി സതീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ആന്റണി ഡൊമിനിക്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാണ് പി കെ ഹനീഫ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് എ എ ഹക്കീം. അതുപോലെ തന്നെ സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടറാണ് മനോജ് എബ്രഹാം. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ ആണെങ്കിൽ അത് പി സതീദേവിയും. എന്നാൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? കെ സി റോസക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അത് കെ സി റോസക്കുട്ടിയാണ്. നമ്മുടെ കേരള PSCയുടെ നിലവിലത്തെ ചെയർമാൻ ആരാണ്? നമുക്കറിയാം എം ആർ ബൈജു ആണ് അല്ലേ. ബൈജു ആണ് നിലവിലെ കേരള PSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആരാണ്? അത് ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീമാണ് കേട്ടോ. ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീമാണ് നിലവിൽ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരള വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ ആരാണ്? കെ സി റോസക്കുട്ടിയാണ്. കേരള PSCയുടെ ചെയർമാനാണ് എം ആർ ബൈജു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനാണ് ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഈ പഠിച്ച പോയിന്റുകൾ അത്രയും നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം, എന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ നിലവിലത്തെ കേരള ഗവർണർ ആരാണെന്ന് പറഞ്ഞു. ആരാണ് നിലവിലത്തെ കേരള ഗവർണർ? ആരാണ് അത്? നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള ഗവർണർ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണെന്നറിയാം. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ഡോക്ടർ വി കെ രാമചന്ദ്രനാണ്. നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ രാമചന്ദ്രനാണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറാണ്. കേരള ഹൈക്കോടതിയുടെ നമ്മുടെ കേരള ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് VP ജോയിയാണ്. അഡ്വക്കേറ്റ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. കേരള ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് ലോകായുക്ത. ഉപലോകായുക്ത 2 പേരുണ്ട്, ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹാറൂൺ റഷീദും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ അത് സഞ്ജയ് കൗളാണ്.
ചീഫ് ഇലക്ഷൻ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ അത് എ ഷാജഹാനാണ്. സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ DGP ആരാണ്? അനിൽകാന്താണ് അല്ലേ, അനിൽകാന്താണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ നമുക്കറിയാം ആന്റണി ഡൊമിനിക് ആണ്. അതുപോലെ തന്നെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് PK ഹനീഫയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ അത് AA ഹക്കീമാണ്. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി ബ്യൂറോ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് മനോജ് എബ്രഹാമാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അത് P സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ആരെന്ന് ചോദിച്ചാൽ അത് KC റോസക്കുട്ടിയാണ്. വനിതാ കമ്മീഷൻ P സതീദേവിയും വികസന കോർപ്പറേഷൻ ആണെങ്കിൽ അത് KC റോസക്കുട്ടിയും. നമ്മുടെ കേരള PSCയുടെ ചെയർമാൻ ആരാണ്? MR ബൈജു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ ജസ്റ്റിസ് CK അബ്ദുൾ റഹീമാണ്. നമ്മുടെ നിലവിലത്തെ ഓംബുഡ്സ്മാൻ ആരാണ്? നമ്മുടെ ഓംബുഡ്സ്മാൻ നിലവിൽ ആരാണെന്ന് അറിയാമോ? അത് നമ്മുടെ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഓംബുഡ്സ്മാൻ ആയിട്ടുള്ള ജസ്റ്റിസ് KK ദിനേശനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംബുഡ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഓംബുഡ്സ്മാൻ ആണ് നിലവിലുള്ളത്. അത് ജസ്റ്റിസ് KK ദിനേശനാണ്. ഓംബുഡ്സ്മാൻ എന്ന് ചോദിച്ചാൽ ദിനേശനാണ്. ഓക്കെ, അഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ നമുക്ക് നിലവിലുള്ളത് അഞ്ചാമത്തെ ധനകാര്യ കമ്മീഷനാണ്. അതിൻ്റെ ചെയർമാനാണ് ആര്? BA പ്രകാശ്. അഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ BA പ്രകാശാണ്. ആറാമത്തെ ധനകാര്യ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ അത് വിജയാനന്ദാണ് കേട്ടോ. നമുക്ക് ശ്രദ്ധിക്കണം, അഞ്ചാമത്തേതുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് ആറാമത്തേത്. ഓക്കെ, ആറാമത്തെ ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് BA പ്രകാശാണ്. ആറാമത്തെ ധനകാര്യ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് വിജയാനന്ദാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. വിജയാനന്ദാണ്. അഞ്ചാമത്തേത് BA പ്രകാശ്, ആറാമത്തേത് വിജയാനന്ദ്. അടുത്തെന്ന് പറയുന്നത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? അത് രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് അല്ലേ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? രഞ്ജിത്ത് ബാലകൃഷ്ണനാണ്. എന്നാൽ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ K സച്ചിദാനന്ദനാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആണെങ്കിൽ അത് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. കേരള സാഹിത്യ അക്കാദമി ആണെങ്കിൽ അത് K സച്ചിദാനന്ദൻ. എന്നാൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിട്ട് വരുന്നത്. എന്നാൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരെന്നറിയാമോ? കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ അത് OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ OS ഉണ്ണികൃഷ്ണനാണ്. എന്നാൽ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരെന്നറിയാമോ? അത് മുരളി ചിരോത്താണ് കേട്ടോ. എന്താണ്? മുരളി ചിരോത്ത്. അപ്പോൾ ഈ പറഞ്ഞ 5 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആണെങ്കിൽ അത് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആണെങ്കിൽ അത് K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആണെങ്കിൽ അത് മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആണെങ്കിൽ അത് OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആണെങ്കിൽ അത് മുരളി ചിരോത്ത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? നിലവിൽ ആരാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? അത് ഷറഫ് അലിയാണ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഷറഫ് അലിയാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് മധുപാലാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ മധുപാലാണ്. മലയാളം മിഷൻ്റെ ഡയറക്ടർ ആരാണ്? നമ്മുടെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള മുരുകൻ കാട്ടാക്കടയാണ് കേട്ടോ. അപ്പോൾ മലയാളം മിഷൻ്റെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് മുരുകൻ കാട്ടാക്കടയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാസ്തുവിദ്യ ഗുരുകുലം ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് G ശങ്കരനാണ് കേട്ടോ. G ശങ്കർ ആണ് വസ്തുവിദ്യ ഗുരുകുലം ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് G ശങ്കർ ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഷറഫ് അലിയാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മധുപാലാണ്. മലയാളം മിഷൻ്റെ ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ മുരുകൻ കാട്ടാക്കടയാണ്. വാസ്തുവിദ്യ ഗുരുകുലം ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ G ശങ്കരനാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് മുകളിലോട്ട് ഒന്നുകൂടി പോയാലോ? അപ്പോൾ വാസ്തുവിദ്യ ഗുരുകുലം G ശങ്കർ, മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് മധുപാല്, കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഷറഫ് അലി, ലളിതകലാ അക്കാദമി മുരളി ചിരോത്ത്, ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ, സംഗീത നാടക അക്കാദമി ആണെങ്കിൽ അത് മട്ടന്നൂർ ശങ്കരൻ, കേരള സാഹിത്യ അക്കാദമി ആണെങ്കിൽ അത് K സച്ചിദാനന്ദൻ, സാഹിത്യ അക്കാദമിയുടെ ആണെങ്കിൽ അത് K സച്ചിദാനന്ദൻ, ചലച്ചിത്ര അക്കാദമി ആണെങ്കിൽ രഞ്ജിത്താണ്, ആറാമത്തെ ധനകാര്യ കമ്മീഷൻ വിജയാനന്ദാണ്, അഞ്ചാമത്തെ ആണെങ്കിൽ BA പ്രകാശാണ്,
ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് KK ദിനേശൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിൽ ജസ്റ്റിസ് CK അബ്ദുൾ റഹീമാണ്. PSCയുടേത് MR ബൈജു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ KC റോസക്കുട്ടി. സംസ്ഥാന വനിതാ കമ്മീഷൻ P സതീദേവി. സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ മനോജ് എബ്രഹാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ AA ഹക്കീമാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷണറാണ് PK ഹനീഫയാണ്. വിവരാവകാശം AA ഹക്കീം, ന്യൂനപക്ഷമാണെങ്കിൽ PK ഹനീഫ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് ആന്റണി ഡൊമിനിക് ആണ്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ്. എന്നാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് ഷാജഹാനാണ്. കേരള ഉപലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ബാബു മാത്യു P ജോസഫാണ്. കേരള ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ സിറിയക് ജോസഫാണ് ലോകായുക്ത. അഡ്വക്കേറ്റ് ജനറൽ KK ഗോപാലകൃഷ്ണക്കുറുപ്പ്. ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് VP ജോയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രനാണ്. അതുപോലെ തന്നെ ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണെന്നറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നറിയാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണെന്നും അറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ നമ്മുടെ പദവികളിൽ ആരെല്ലാം എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് കൂടി അറിയിക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.